പ്രായമുള്ള ഈ കുട്ടീന് കറക്റ്റ് ഈ ഒരു ടൈം ആയിട്ട് എങ്ങനെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ അഖിലിന്റെ കഴിവ് മാത്രമാണ്. പുള്ളിയുടെ കുട്ടിയായിരുന്നു അത്. അപ്പൊ പുള്ളി അത് പ്രീ പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റിന് വേണ്ടി സിനിമയ്ക്ക് വേണ്ടി പുള്ളി ലൈഫ് കൊടുത്തതാ. മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് ലോക സിനിമ ചരിത്രത്തിൽ പാഷനാണ് പുള്ളി. സിനിമ സിനിമ മറ്റേതും അല്ല, സിനിമ പാഷനാണെന്ന് പറഞ്ഞത്. ഇപ്പൊ ഗരുഡന് ശേഷം വരുന്ന ഒരു റിലീസാണ്. അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഈ സാധനം ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞ സാധനം ഇവരൊക്കെ കിട്ടില്ലല്ലോ. സംഗീതത്തിന് കിട്ടില്ല, ലിജോമോളിന് കിട്ടില്ല, ഡേറ്റ് ഇല്ലല്ലോ. പിന്നെ ബേബി സെറ്റ് ആവാനുള്ള ടൈം വേണല്ലോ. ട്രെയിലറൊക്കെ വെച്ച് നോക്കുമ്പോഴാണെങ്കിലും ഇപ്പം എല്ലാവരും റിവ്യൂ ചെയ്യുമ്പോൾ കറക്റ്റ് സാധനങ്ങൾ കൊടുക്കാറില്ല. എന്നാലും ചില സ്ഥലത്തൊക്കെ പറയുന്നുണ്ട് നിവിൻ ചേട്ടൻ ട്രെയിലറിലെ നിവിൻ ചേട്ടന്റെ ലുക്ക് കാണുമ്പോൾ എന്തോ നിവിൻ ചേട്ടനാണോ ഇത് വില്ലൻ അങ്ങനെയൊക്കെ ആയിരിക്കാം. നമ്മളിതിപ്പോ കാണുന്നവർക്കല്ലേ അത് വിട്ടുകൊടുക്കാൻ പറ്റുക. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ബേബി ഗേളിൻ്റെ ടീമാണ്. ഏറ്റവും പുതിയ റിലീസ് ചെയ്ത ബേബി ഗേൾ ഒരുപാട് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്തിങ്ങനെ ഇരിക്കണേ? വെൽക്കം. സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ഫോർ വിന്നിങ്. നടന്ന സംഭവം. ഓക്കെ ബേബി ഗേൾ, ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പൊ നിങ്ങളുടെ പ്രേക്ഷക പ്രതികരണങ്ങൾ? വളരെ പോസിറ്റീവ് ആണ്. ഇപ്പോൾ കേൾക്കുന്നതൊക്കെ നല്ല ന്യൂസ് ആണ്. സോ ഹാപ്പിയാണ്. നമ്മൾ ആക്ച്വലി ഈ ഫിലിം കാണുമ്പോൾ തന്നെ കണ്ട ആളുകൾക്കാണെങ്കിലും ഇനി കാണാൻ പോകുന്നവർക്കാണെങ്കിലും ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള കുറേ പേരുകളുണ്ട്. സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെ ആണെങ്കിലും ഫ്രം ദ ഡയറക്ടർ ഓഫ് ഗരുഡൻ നിവിൻ പോളി. കാരണം ഇത്ര നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നിവിൻ പോളി എന്ന് പറയുന്ന നടൻ്റെ ഒരു കംബാക്ക് ഏറെയാണ്. ലാസ്റ്റ് ഇയർ എൻഡ് ചെയ്തത് തന്നെ സർവമായ 100 crores കഴിഞ്ഞ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മറ്റൊരു ബിഗ് ഹിറ്റിലൂടെയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ആ ബേബി ഗേളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 5 ദിവസം പ്രായമുള്ള ഈ കുട്ടീന് കറക്റ്റ് ഈ ഒരു ടൈം ആയിട്ട് എങ്ങനെ? അത് ഞങ്ങളുടെ ലൈൻ പ്രൊഡ്യൂസറിന്റെ കഴിവായിരുന്നു. പുള്ളി വളരെ പ്രീവിയസ് ആയി പ്ലാൻ ചെയ്ത് ഞങ്ങളുടെ ഷൂട്ട് പുള്ളി കറക്റ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്ത് ആ സമയത്ത് ഡേറ്റ്സ് ഒക്കെ വാങ്ങി വെച്ച് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ അഖിലിന്റെ കഴിവ് മാത്രമാണ്. പുള്ളിയുടെ കുട്ടിയായിരുന്നു. പുള്ളി അത് പ്രീ പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റിന് വേണ്ടി സിനിമയ്ക്ക് വേണ്ടി പുള്ളി ലൈഫ് കൊടുത്തതാ. പിന്നല്ലാണ്ട് അത് ശരി. കാര്യായിട്ട് ടെക്നിക്കലി അതാ ഞങ്ങൾ ഞെട്ടിപ്പോയി. ടെക്നിക്കലി പോസിബിൾ അല്ല, പക്ഷെ പുള്ളി ചെയ്തെടുത്തു. ഷൂട്ട് തുടങ്ങിയാൽ ഞങ്ങൾക്ക് മനസ്സിലായത് ടെക്നിക്കലി ഇത് പോസിബിൾ ആണെന്ന്. നടക്കും. നമ്മള് ആ കുട്ടി എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന സമയത്ത് സീരിയസ് ആയിട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് ഒരിക്കലും നമ്മള് 3 or 4 days പ്രായമുള്ള കുട്ടി എന്നുള്ളത് നമുക്ക് ഇമ്പോസിബിൾ ടു തിങ്ക് ആണ്. ഞാൻ അപ്പൊ ആലോചിച്ചില്ല. നമുക്കൊരു ഷൂട്ടിന് ഒരു 2-3 മാസം മുമ്പാണ് അതിന്റെ ഹണ്ട് തുടങ്ങുന്നത്. ഇവരെയൊക്കെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതിന്റെ ഹണ്ട് തുടങ്ങുന്നത്. അപ്പം നമുക്കറിയില്ലായിരുന്നു കുഞ്ഞ് ഇത്രയും ഡിഫിക്കൽട്ടാണ് സോഴ്സ് ചെയ്യാന്നുള്ളത്. നമുക്ക് ഓബ്വിയസ് ആണല്ലോ. ആരും 3-4 days പ്രായം എന്നാണ് സിനിമയിൽ സ്ക്രിപ്റ്റിലുള്ളത്. പക്ഷെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 1 month or 2 month ആയാലും കുഴപ്പമില്ല. അങ്ങനെ പോലും നമുക്കൊരു കുട്ടിയെ കിട്ടാൻ വഴിയില്ലായിരുന്നു. നമ്മൾ ഷൂട്ടിൽ സാധാരണ ഇന്നലെ സംഗീതം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് നമ്മൾ എന്തുകൊണ്ട് അത്ര കെയർലെസ് ആയി വിട്ടു. കാരണം എല്ലാവരും നമ്മൾ ഓഡിഷൻ ചെയ്തു, കുഞ്ഞിനെ മാത്രം നമ്മൾ ഓഡിഷൻ ചെയ്യാൻ പോയില്ല. കാരണം നമുക്ക് വിചാരിച്ചു കുട്ടിയെ കിട്ടും. ഒരു ഷൂട്ടിൽ നമ്മൾ സാധാരണ ഒരു ദിവസത്തിന് വേണ്ടി ഒരു കുട്ടിയെ കിട്ടും, ഒരു മാസത്തിന് ഒരു കുട്ടിയെ കിട്ടില്ല. പ്രത്യേകിച്ച് ഇത്രയും ന്യൂ ബോൺ എന്നൊക്കെ പറയുന്നത്. ന്യൂ ബോൺ കുട്ടികളുടെ കൈയും കാലും ഒക്കെ ഭയങ്കര ഡിഫറൻറ്റ് ഉണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. 10 ദിവസം പ്രായം കഴിഞ്ഞാലും ഇപ്പൊ തന്നെ ഈ പടത്തിൽ തന്നെ നമുക്ക് കണ്ടാൽ അറിയാം ഈ കുട്ടി എന്ന് പറഞ്ഞാൽ സ്കിന്നൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. ടെക്സ്ചറൊക്കെ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. സോ അതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നമ്മൾ അത്രയും ഡീറ്റെയിൽ നോക്കുന്നതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അഖിലിന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു. ലക്കിലി ഫോർ അസ് ഒരു ഡെലിവറി ചെയ്തു. ഇപ്പം നമ്മൾ അഖിലാണ് നമ്മൾക്ക് ഫുള്ളായിട്ട് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് ലൈൻ പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അയാൾ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞാൽ അവസാനം പുള്ളി സൈ കെട്ടിട്ട് പുള്ളിയുടെ കുഞ്ഞിനെ തരികയാണ് ചെയ്തത്. അതാണ് നടന്നത്. മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് ലോക സിനിമ ചരിത്രത്തിൽ പാഷനാണ് പുള്ളി. സിനിമ മറ്റേതും അല്ല, സിനിമ പാഷനാണെന്ന് പറഞ്ഞത്. ഇതിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നമ്മൾ കമൻസ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്താണെങ്കിലും റിവ്യൂസ് ഒക്കെ നോക്കുമ്പോഴാണെങ്കിലും ഞങ്ങൾ ഇതുവരെ കാണാത്ത സംഗീതത്തിന്റെ മറ്റൊരു മുഖം ഓൺ സ്ക്രീനിൽ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഹൃദയപൂർവ്വത്തിൽ നിന്നും
ഇതിലേക്കും മാറി മാറി ആണ് ആക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലാണെങ്കിൽ ഒരു കോമഡി കൈൻഡ് ഓഫ് ക്യാരക്ടറാണ്, ഇതിൽ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ആ സ്വിച്ചിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ പോലും ഒരേ സമയത്ത് 2 സിനിമകളൊന്നും ചെയ്തിട്ടില്ല. ആകെ ഒരു ഒറ്റപ്പടമാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. പക്ഷെ അതും വളരെ കുറച്ച് 1-2 ദിവസങ്ങൾ ടിക്കി ടാക്കിൽ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇതെന്ന് പറയുന്ന രണ്ടിലും ത്രൂ ഔട്ട് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷെ രണ്ടിൻ്റെയും സ്വഭാവം 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് രണ്ടും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭയങ്കര പ്രഷറായിരുന്നു. ഞാൻ ഇതുപോലെ ഒരു 10 ദിവസം ഇവിടെ 10 ദിവസം അപ്പുറത്ത് അങ്ങനെയായിരുന്നു ഷിഫ്റ്റ് വന്നിരുന്നത്. മുമ്പ് ശീലിക്കാത്തത് കൊണ്ട് ഭയങ്കര പണിയായിരുന്നു. ഈ ഒരു ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വേറെ തന്നെ ഒരു ഇമോഷൻ ആണല്ലോ. നമ്മൾ ഇതുവരെ നേരത്തെ പറഞ്ഞ പോലെ ഇതുവരെ കാണാത്തൊരു സംഗീതമാണ്. അപ്പോൾ എങ്ങനെയുണ്ട് പ്രേക്ഷകരുടെ കമൻസ് ഒക്കെ? ഓൾറെഡി വായിച്ചിരുന്നു എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ അല്ല, എൻ്റെ അടുത്ത് എല്ലാവരും പേഴ്സണലി ട്രെയിലർ കണ്ടപ്പോൾ തുടങ്ങി മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതിൽ വേറെ എന്തോ പരിപാടിയാണല്ലേ, എന്താണ് പരിപാടി, നെഗറ്റീവ് ആണോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ കരിയർ വൈസ് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി എന്തെങ്കിലും ഒന്ന് വേറെ ട്രൈ ചെയ്യണം എന്ന് എനിക്കും തോന്നി. എൻ്റെ കൂടെ ഉള്ളവരും നമുക്ക് ഇഷ്ടമുള്ളവരൊക്കെ പറഞ്ഞു തുടങ്ങിയിരുന്നു വേറെ എന്തെങ്കിലും പരിപാടികളൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നൊക്കെ. അപ്പോൾ കറക്റ്റായിട്ടാണ് സഞ്ജയേട്ടനും അരുൺ ചേട്ടനും കൂടി ഇങ്ങനത്തെ ഒരു പരിപാടിയായിട്ട് വരുന്നതും. അപ്പോൾ ഇത് ചെയ്യുന്ന സമയം തുടങ്ങിയ ഭയങ്കര എക്സൈറ്റഡുമാണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ചലഞ്ചിങ് ആയിട്ടും ഡിഫിക്കൽട്ടുമായിട്ടൊക്കെ ഫീൽ ചെയ്തൊരു പരിപാടിയുമായിരുന്നു. അപ്പോൾ അത് അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇനിയും ഒരുപാട് ആളുകൾ കാണാനുണ്ട്. അപ്പോൾ ഇത് വൈഡായിട്ടുള്ള ആളുകളുടെ മെജോറിറ്റി ആളുകളുടെ അഭിപ്രായം അറിഞ്ഞ് ഇത് നന്നാവുന്നു എന്നറിയുന്നതിലാണ് സന്തോഷം. ഇതിലും കുറച്ചും കൂടി സീരിയസ് കൈൻഡ് ഓഫ് ക്യാരക്ടറാണ്. ഈ കുട്ടി എന്താ ചിരിക്കുന്ന ക്യാരക്ടർ സെലക്ട് ചെയ്ത് ആഗ്രഹമുണ്ട്, വിളിക്കണ്ടേ, വിളിച്ചാൽ എന്തായാലും ചെയ്യും. അപ്പം മനഃപൂർവ്വം ലൈക്ക് ഇപ്പോൾ കണ്ടിന്യൂസ്ലി ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് ഇതിങ്ങനെ വന്നോണ്ടാണ്, അല്ലെങ്കിൽ പറയാറുണ്ട് എനിക്ക് കുറച്ച് ഫണ്ണായിട്ടുള്ള ഞാൻ ഇന്റർവ്യൂസിൽ പറയാറുണ്ട്. അതല്ലാണ്ട് എനിക്ക് എന്നെ വിളിക്കുന്നവരുടെ അടുത്ത് ഒരു സീരിയസ് സബ്ജക്റ്റുമായിട്ട് വരുന്നവരുടെ അടുത്ത് എനിക്ക് ഇല്ല നിങ്ങളൊരു കോമഡി അല്ലെങ്കിൽ നിങ്ങൾ ഫണ്ണായിട്ടുള്ള ക്യാരക്ടറായിട്ട് വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് കേൾക്കുന്നതിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന പെർഫോം ചെയ്യാൻ സ്പേസ് ഉള്ള ക്യാരക്ടേഴ്സാണ് ചൂസ് ചെയ്യാറ്. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇന്റർവ്യൂസിൽ എപ്പോഴും എല്ലാ പ്രാവശ്യവും ഞാൻ പറയാറുണ്ട് എനിക്ക് കോമഡി എന്തെങ്കിലും ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്ന് ഞാൻ പറയാറുണ്ട്. മേ ബി ഒരു കട്ടപ്പന ഋതിക് റോഷനിലെ ഒക്കെ പോലെ കുറച്ചുകൂടി പ്ലസൻ്റ് ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ ബേബികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ പൊന്മാനായാലും സീരിയസ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാലും അതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അല്ലാണ്ട് പൊന്മാനിലെ പോലെ തന്നെ ഒരു ക്യാരക്ടർ അല്ല ഒരിക്കലും ബേബികളിൽ ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, പക്ഷേ പൊന്മാനുമായിട്ട് ഒരു രീതിക്കും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ല. പക്ഷെ സീരിയസ് ആണ്. പക്ഷെ സീരിയസ് ആണ്, ഇമോഷൻ അല്ലേ? കാരണം ഞാനിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഇന്റർവ്യൂസിൽ മാത്രമേ ഞങ്ങൾ ചിരിക്കുന്ന കാണുള്ളൂ. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. രാവിലെ ഇവിടെ ഒരു കോമഡി കളിച്ചു കാലത്ത് ഞങ്ങൾ അത് ഫേസ് ചെയ്ത് വന്നാൽ മലയാളത്തിന്റെ കേറ്റ് വിൻസ്ലെറ്റ് ആണെന്നാണ് പൊതുവെ മാത്രം കമന്റ് പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ ആ പേര് അതെ. എവിടെ അതിഥി ദേവിയുടെ വീഡിയോസ് വരുന്നുണ്ടോ അതിന്റെ താഴെ ഉണ്ട്. അപ്പൊ ഇതിലേക്ക് വരുമ്പോഴേക്കും കേറ്റ് വിൻസലിന്റെ പോലത്തെ ഒരു കഥാപാത്രമാണ്. അല്ല എന്തായിരുന്നു ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫിലിം ചൂസ് ചെയ്യാൻ കുറെ പ്രോമിസിങ് നെയിംസ് ഉണ്ട്. എന്നാലും ഈ ഒരു ക്യാരക്ടറിന്റെ ഡെപ്ത് എത്രത്തോളം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? അല്ല, എനിക്ക് ഇതിൽ ക്യാരക്ടർ അങ്ങനെ ഡെപ്ത് ഉണ്ടോ ഞാൻ വളരെ കുറച്ച് ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ ഞാൻ ഈ ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുക. ഇപ്പോൾ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്, ഒത്തിരി സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അപ്പം ആളുകൾ പലതും കാണുന്നില്ല, തിയേറ്ററിൽ കാണുന്നില്ല, പലതും OTT-ലൊക്കെ വരുമ്പോൾ തന്നെയാണ് ഇത് ഇറങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാലഘട്ടം. അത്രയധികം സിനിമകൾ ഇറങ്ങുന്ന ഒരു
സമയത്ത് എനിക്ക് ഒരു എന്താ പറയുക എല്ലാവരും കാണുമെന്ന് ഉറപ്പുള്ള ഒരു സിനിമയാണ്. കാരണം ഇത്രയും നല്ല പ്രൊഫൈലുള്ള അത്രയും എൻ്റെ റൈറ്റേഴ്സ് ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും ഇതിൻ്റെ ലീഡ് എല്ലാവർക്കും കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഒരു സിനിമ ആയതുകൊണ്ട് അതിലൊരു പാർട്ടാവുമ്പോൾ അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ബേസിക്കലി നമുക്ക് സന്തോഷം തരുന്ന വർക്കിൽ ചെയ്യാനാണ് ഞാൻ കൂടുതലും നോക്കുന്നത്. അതെൻ്റെ ക്യാരക്ടർ വലുപ്പം ഇപ്പോൾ ചൂസ് ചെയ്യാനുള്ളൊരു ഇത് ഞാൻ കൊടുക്കുന്നില്ല, കാരണം എനിക്ക് വരുന്നത് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ. അപ്പം ഇത്തരം നല്ല സിനിമയുടെ പാർട്ടായതിൽ സന്തോഷം. അപ്പം അങ്ങനെ വന്നപ്പോൾ ചെയ്തു. പിന്നെ മെയിനായിട്ട് നിവിൻ ചേട്ടൻ്റെ കൂടെ, ഞാൻ നിവിൻ ചേട്ടൻ്റെ വൈഫായിട്ടാണ് ഇതിൽ ചെയ്തത്. അപ്പം എനിക്ക് അങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിവിൻ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. അപ്പം അങ്ങനെ ഞാൻ എടുത്തതാണത്. ഓക്കെ. ഇപ്പോൾ നിവിൻ ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുടെ ഒരു കംബാക്ക് ഏറെയാണ്. എനിക്ക് തോന്നുന്നു ചില കമൻസ് ഒക്കെ കണ്ടു, ഏകദേശം 600 ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം നിവിൻ പോളി തിരിച്ചു വന്നിരിക്കുകയാണ്. ആ തിരിച്ചു വരവ് ഞങ്ങളൊക്കെ അറിഞ്ഞു. ഇപ്പോൾ സർവ്വമയ ആണെങ്കിലും ഫാർമ, ഇപ്പോൾ ബേബി ഗേൾ. അപ്പോൾ എപ്പോഴെങ്കിലും ചോദിച്ചായിരുന്നോ എവിടെയായിരുന്നു, അല്ലെങ്കിൽ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് കംബാക്ക് എന്നൊക്കെ പറയുന്നത് ഭയങ്കര തെറ്റായ ഒരു സംഭവമാണ്. കാരണം പുള്ളിയുടെ ഫാൻ ബേസ് വളരെ സ്ട്രോങ് ആണ്. പുള്ളിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പുള്ളി ഇപ്പോൾ അത് ഹിറ്റോ ഫ്ലോപ്പോ അതൊന്നുമല്ല. പുള്ളിയെ അത് ബിയോണ്ട് ദാറ്റ് പുള്ളിയെ ലവ് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ചാം അങ്ങനെയുള്ള ഒരു ചാമിങ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. സോ ഐ ഡോണ്ട് തിങ്ക് കംബാക്ക് എന്നൊക്കെ പറയുന്ന ഒരു പ്രോപ്പർ ടെർമിനോളജി ആണെന്ന് പോലും ഇറ്റ് ഡസൻറ്റ് ഫിറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ലെറ്റ്സ് നോട്ട് ഈവൻ ടോക്ക് അബൌട്ട് കംബാക്ക് ബിക്കോസ് ഹി ഡിഡ്ന്റ് ഗോ എനിവെയർ, ഹി വാസ് ദേർ. ചില സിനിമകൾ വർക്കാവും, ചില സിനിമകൾ വർക്കാവില്ല. സിനിമ വെച്ച് നമുക്ക് ഒരിക്കലും, അല്ലെങ്കിൽ പുള്ളിയുടെ സ്റ്റാർട്ടത്തിന് നമുക്ക് ഒരിക്കലും അളക്കാൻ പറ്റില്ല. ഇത് വർക്കാവണം, അടുത്തത് വർക്കാവണം. അതുകൊണ്ട് മാത്രം ഒരാൾ ഇവിടെ ഉള്ളതല്ലോ. പുള്ളി ഹി വാസ് ഓൾവേസ് ദേർ. ഇവൻ നിവിൻ ചേട്ടൻ്റെ സിനിമകൾ ഇപ്പം ചിലത് ഡൗൺ വന്ന ഒരു സമയത്താണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ചേട്ടന് ഒരുപാട് പേര് ഇങ്ങനെ വഴക്ക് പറയുന്ന പോലെ. അത് നിവിൻ ചേട്ടനും ലാലേട്ടനും ഫേസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ഒരു ആദ്യം ഞാൻ വിചാരിച്ചത് എന്താണ് അങ്ങനെ, പിന്നെ എനിക്ക് മനസ്സിലായത് അവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഈ വഴക്ക് പറയുന്നത്. കാരണം അവർ ഉദ്ദേശിച്ചത് ഇവരെ എപ്പോഴും സക്സസ് ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അവരത്രയും. അല്ലെങ്കിൽ നോർമലി അത് വിട്ടുപോകേണ്ട, പടം വന്നില്ല എന്ന് പറഞ്ഞ് വിടണ്ട. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഇവർ രണ്ടുപേരും എന്തെങ്കിലും ഒരു ഡൗൺ ഫേസ് വന്ന ആളുകൾ കൂടുതൽ ചീത്ത പറയുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അത് അത്ര ഇഷ്ടമുള്ളത് നമുക്ക് വീട്ടിലുള്ള ഒരാളുടെ അടുത്ത് പറയുന്ന പോലെ. സോ അതെനിക്ക് കൂടുതൽ ഫീൽ ചെയ്തത്. അപ്പൊ കംബാക്ക് അല്ല, അവരവിടെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു അത് ആക്ച്വലി കറക്റ്റ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ അടുത്തത് അവരെന്താ ചെയ്യുക, അങ്ങനെ അപ്ഡേറ്റ്സ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കാറുണ്ടാവും. എന്നാലും ഇപ്പം സിനിമ കാണാത്ത, ഇപ്പോൾ ജസ്റ്റ് റിലീസ് ആയതേ ഉള്ളൂ, എന്നാലും കാണാത്ത ഒരുപാട് പേരുണ്ടാവും. അവർക്ക് ഒരു സസ്പെൻസ് ഫാക്ടർ സ്റ്റിൽ ഉണ്ട്. ഇപ്പോൾ ട്രെയിലറൊക്കെ വെച്ച് നോക്കുമ്പോഴാണെങ്കിലും ഇപ്പം എല്ലാവരും റിവ്യൂ ചെയ്യുമ്പോൾ കറക്റ്റ് സാധനങ്ങൾ കൊടുക്കാറില്ല. എന്നാലും ചില സ്ഥലത്തൊക്കെ പറയുന്നുണ്ട് നിവിൻ ചേട്ടൻ ട്രെയിലറിലെ നിവിൻ ചേട്ടൻ്റെ ലുക്ക് കാണുമ്പോൾ എന്തോ നിവിൻ ചേട്ടനാണോ ഇനി വില്ലൻ, അങ്ങനെയൊക്കെ ആയിരിക്കാം. വിട്ടുകൊടുക്കാൻ പറ്റുക. പക്ഷേ നമ്മളൊരു വളരെ കോമൺ മാൻ എന്ന് പറഞ്ഞൊരു സ്പേസിലാണ് നിവിൻ സാറിനെ വർക്ക് ചെയ്യുന്നത്. ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞൊരു ആളല്ല. അപ്പോൾ ഇതില് സഞ്ജയ് ബാബുയുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സമയത്ത് തന്നെ അവരുടെ സ്ക്രിപ്റ്റിന്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ മാനെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ, ഒരു അണ്ടർഡോഗിനെ സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ പ്രൈമറി ക്യാരക്ടേഴ്സ് ആയിട്ട് പ്ലേ ചെയ്ത എല്ലാവരും കോമൺ പീപ്പിളാണ്, സാധാരണക്കാരാണ്. അവരെ ഇപ്പോൾ ആരുടെയും ലൈഫിൽ അങ്ങനെ നടക്കാൻ പറ്റാവുന്ന പല സംഭവങ്ങൾ അവർ ഫേസ് ചെയ്യുമ്പോൾ അവരതെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം. അപ്പോൾ അത് പുള്ളിയുടെ സ്റ്റാർഡം ഉണ്ടെങ്കിലും പുള്ളി അതൊക്കെ ഓവർകം ചെയ്ത് സിനിമയുടെ ഒരു ബ്യൂട്ടി കാരണം പുള്ളി അത് ചെയ്യാൻ തയ്യാറായി. അത് പുള്ളിയുടെ ഒരു എന്താ പറയുക, അതുകൊണ്ടാണ് പുള്ളി ഒരു സ്റ്റാർ. ഇതൊന്നും പുള്ളി എഫക്ട് ചെയ്യുന്നില്ല. ആസ് എൻ ആക്ടർ ഹി വാണ്ടഡ് ടു പെർഫോം, സോ ദാറ്റ് ഈസ് വൈ ഹി ഈസ് നിവിൻ പോളി അല്ലേ? അതുപോലെ തന്നെ ഞാൻ കേട്ടോ ഏതൊക്കെയോ റിയൽ ഇൻസിഡൻസ് കണക്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അപ്പൊ ശരിക്കും അതിന്റെ ഒരു നമുക്ക് ഡയറക്ടറിന്റെ അടുത്ത് തന്നെ അത് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടി. അല്ല, ഈ റിയൽ ഇൻസിഡൻസ് എനിക്ക് എന്തായാലും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മള് ഗരുഡൻ ഉണ്ട്, തീർച്ചയായും നമ്മള് ഗരുഡൻ ചർച്ച ചെയ്യുന്ന സമയത്താണ് സഞ്ജോട്ട് മീറ്റിംഗ് കാണാറുള്ള. അതെ, എപ്പോഴും നടക്കുന്നതാണ്. നമ്മള് മേ ബി വൺസ് എ മന്ത് നമ്മൾ ഇങ്ങനത്തെ ന്യൂസ് എങ്ങനെയായാലും കേൾക്കും. അങ്ങനത്തെ ഒരു ന്യൂസാണ്, നമുക്ക് റെഗുലറായി കാണുന്ന ഒരു ന്യൂസാണ്. സോ നമ്മൾ അത് ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി എഴുതിയത്. ആക്ച്വലി 2 കണ്ടന്റ് ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് കുറച്ചുകൂടി ഇന്നത്തെ യങ്സ്റ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇഷ്യൂ കൂടി ഇതിനകത്തുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട്. അപ്പം പല ലേയേഴ്സിൽ പല ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ബോബി സഞ്ജയ് എന്ന് പറഞ്ഞ റൈറ്റേഴ്സും പ്ലസ് ഒരു ഹോസ്പിറ്റൽ റിലേറ്റഡ് സ്റ്റോറി വരുമ്പോൾ അതിനെന്തോ ഒരു കണക്ഷൻ പോയിന്റ് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ട്രാഫിക്കിലാണെങ്കിലും മേ ബി ട്രാഫിക് അയാളും ഞാനും തമ്മിൽ ഒക്കെ ഹോസ്പിറ്റൽ ബേസ്ഡ് ആണ്. ഐ തിങ്ക് ബോബി ചേട്ടായി ഡോക്ടറാണ്, അതുകൊണ്ട് പുള്ളിയുടെ സ്പേസ് ഓഫ് വർക്ക് ഹോസ്പിറ്റലാണ്. ബട്ട് നമുക്കിത് മോർ മെഡിക്കൽ റിലേറ്റഡ് അല്ല. ഫിലിം ഇസ് നോട്ട് മെഡിക്കൽ റിലേറ്റഡ്, ബേസിക്കലി ഇറ്റ്സ് മോർ ഓഫ് ഹ്യൂമൻ ഇമോഷൻ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബേബി ഗേൾ അത്രയും കുഞ്ഞൊരു ബേബിയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ എങ്ങനെയുണ്ട് ഇപ്പൊ എന്തായാലും എടുക്കേണ്ട കുറെ സിറ്റുവേഷൻസ് വരും, ഹാൻഡിൽ ചെയ്യേണ്ട സിറ്റുവേഷൻ. ഒരു ബെസ്റ്റ് ബേബി സിസ്റ്റർ ആയിരുന്നു. ആ പണി ഞാൻ ഇവർക്കാണ് കൊടുത്തത്. ഇവരായിരുന്നു ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരാണ് അതിന്റെ ആൾക്കാർ. ഇവരതിലിപ്പോ കോഴ്സ് പ്രാക്ടീസ് ചെയ്ത് മാസ്റ്റേഴ്സ്
എടുത്തു കൊടുക്കുകയാണ്. ബാക്കിയുള്ളവർക്ക് എങ്ങനെ എടുക്കണം എക്സ്പീരിയൻസ് ആയതൊക്കെ 4 ദിവസം കൊണ്ടപ്പോ എങ്ങനെ എടുക്കണം? 5ാമത്തെ ദിവസം സാമത്തേലേക്ക് എത്തുമ്പോ തല കുറച്ചുകൂടി ഉറക്കും. ഞാൻ കേട്ടിട്ടുണ്ട് അത്രയും കുഞ്ഞു പിള്ളേരുടെ ഈ അതെ, ഭാഗത്ത് അതെ. അവർക്കില്ല ഈ ഭാഗം കഴുത്ത് ഉറക്കാറില്ല. ആ അപ്പൊ നമ്മൾ എടുക്കുമ്പോ അത്രയും കെയർ ചെയ്യണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആ ബേബീനെ ഹാൻഡിൽ ചെയ്തിട്ട്? ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടിയ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ കുഞ്ഞിനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. നിങ്ങള് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സീനൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനത്തെ പ്രഷറിലായിരിക്കും. ഇവള് ചിലപ്പോൾ കുറച്ച് നോർമലായിരിക്കും. ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള സീനൊക്കെ ആണെങ്കിൽ. പക്ഷെ ചിലപ്പോൾ കുട്ടിയുടെ ഒരു ഡ്രസ്സ് മാറ്റുള്ള സീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവള് ഞാൻ ഇതെന്താ ഇത്ര ടെൻഷൻ? ഇല്ല, കുഞ്ഞിനെ ഒന്നാമത്തെ കാര്യം അങ്ങനെ കുഞ്ഞിനെ എടുക്കാൻ അറിയില്ല. അത്രയും ചെറിയ കുഞ്ഞും കൂടി ആകുമ്പോൾ എടുക്കാൻ അറിയില്ല. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് കരയാണെങ്കിൽ അതിനെ എങ്ങനെ കംഫർട്ട് ചെയ്യണം എന്ന് ഒക്കെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കാരണം കുഞ്ഞിനൊരു അസുഖം ഒന്നും ഉണ്ടാകാൻ പാടില്ല. കാരണം വളരെ ചെറിയ കുഞ്ഞാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല. ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും ഉണ്ടെങ്കിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ കാരണം ഒന്നും കുഞ്ഞിന് വേറൊരു ഡിസ്കംഫർട്ട് ഉണ്ടാവരുത് എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതിന് ഒരുപാട് കെയർ ചെയ്തിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. കാരണം നമ്മൾ ഇപ്പം ഞാൻ പോലും എൻ്റെ സ്വന്തം കുഞ്ഞിനെ അങ്ങനെ എത്ര പാഷൻ ഉണ്ടെങ്കിലും സിനിമ ഷൂട്ടിങ്ങിന് കൊടുക്കില്ല. സോ അഖിൽ ആൻഡ് ഫാമിലിക്ക് നമ്മളതൊരു ബിഗ് താങ്ക്സ് തന്നെ പറയണം. അപ്പോൾ ആ കുഞ്ഞ് നമ്മൾ വരുന്ന സമയത്ത് അതിനുള്ള കൺസേൺഡ് ആയിട്ടുള്ള എന്താണ് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണോ, സാനിറ്റൈസ് ചെയ്യുക, അങ്ങനത്തെ പല സാധനങ്ങളും നമ്മളിപ്പോൾ ഒരു ഭയങ്കര ഡേർട്ടി ആയിട്ടുള്ള സ്പേസസിലായിരിക്കും നമ്മൾ കുഞ്ഞിനെ കാണുന്നത്. പക്ഷേ അതൊക്കെ 90% നമ്മൾ സെറ്റ് ചെയ്തതാണ്. നമ്മളൊരിക്കലും ഒരു കുഞ്ഞിനെ അങ്ങനത്തെ ഒരു സ്പേസിലേക്ക് വിട്ടുകൊടുത്തിട്ടില്ല. സോ അതിന് പ്രൊഡക്ഷൻ ഒരുപാട് നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ത്രൂ ഔട്ട് മൂവി ബേബി ഗേൾ റിയൽ ആയിട്ടാണ് ഉണ്ടായിരുന്നു. ഇതിലെല്ലാം എല്ലാമേ റിയൽ ആണ്, ബേബികൾ മാത്രമല്ല അല്ലേ, എല്ലാം വളരെ റിയൽ ആയിട്ട് തന്നെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അത്യത്തേക്ക് ബേബിനെ ഹാൻഡിൽ ചെയ്ത് എനിക്ക് വേറൊരു കുട്ടിയാണ്. ആ കുട്ടിക്ക് കുറച്ച് വളർച്ച കൂടുതലാണ്. ആ കുട്ടിക്ക് വളർച്ച കൂടുതലാണ്. വലിയ കുട്ടിയായിരുന്നു. ഇവരാണ് ത്രൂ ഔട്ട്. എപ്പോഴെങ്കിലും എടുത്തിട്ടുണ്ട് ഇത്രയും ചെറിയ കുട്ടി? ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ എടുത്തിട്ടില്ല. എനിക്ക് കുട്ടികളെ ഭയങ്കര ലിജോന് നേരെ ഓപ്പോസിറ്റാണ് ഞാൻ. ലിജോ അധികം കുട്ടികളെ അങ്ങനെ എടുക്കാറില്ല എന്നാണ് പറഞ്ഞത്. അപ്പം പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബേബീസിനെ. ഞാൻ എപ്പോഴും എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് ഈ സിനിമയ്ക്കകത്ത് അൺഫോർച്ചുനേറ്റ്ലി സ്കെയറി ആയിരിക്കും. കാരണം നമുക്ക് അറിയില്ലല്ലോ ഒരു കുട്ടിയല്ലേ, അതുകൊണ്ട് അത് തന്നെ വളരെ സ്കെയറിയാണ് അത് ചെയ്യുന്നത്. ഇപ്പം ആലോചിക്കുമ്പോൾ നമുക്കൊരു പേടി തോന്നുന്നുണ്ട്. ആ സമയത്ത് കാണിച്ചു കൂട്ടി പിന്നെ വേറെ വഴിയില്ല ആ സമയത്ത്. ഇപ്പൊ സലീം കെയുടെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതായത് ശരിക്കുള്ള ഞാനല്ല വേറെ എവിടെയാന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗ്. അത് നമ്മള് പലപ്പോഴും ചിരിച്ച് തള്ളിയിട്ടുള്ളൊരു സീനാണ്. അല്ല, എനിക്ക് ആ ക്വസ്റ്റിന്റെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. എനിക്ക് ആ ക്വസ്റ്റ്യൻ അതാണ് ചിരിച്ചത്. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയോ? എന്താ? ഇല്ല പറഞ്ഞോ. അല്ല പറ. ഓക്കെ. അപ്പം അങ്ങനെ ഒരു ഡയലോഗ് നമ്മൾ എപ്പോഴും ചിരിച്ച് തള്ളിയിട്ടുണ്ട്. ഇപ്പം റീസെന്റ് ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ 1000 ബേബീസ് ഇറങ്ങിയപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പേടി റിയൽ ലൈഫിൽ വന്നിട്ടുണ്ട്. അപ്പം ഇത് കാണാത്ത ആൾക്കാർക്ക് വേണ്ടി ചോദിക്കുകയാണ്, ബേബികൾ കണ്ടിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് അതേപോലെ എന്തെങ്കിലും ഒരു ഭയം? ബേബികൾ കണ്ട് ഇറങ്ങുമ്പോൾ ഒരു മനസ്സെന്ന് പറയുന്ന എക്സ്പീരിയൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആക്ച്വലി നമ്മളൊരു ഹാർട്ട് വാർമിംഗ് സ്റ്റോറിയാണ്. നമ്മളൊരു ത്രില്ലറിന്റെ ഡ്രസ്സ് ഇട്ട് കൊടുത്തേ ഉള്ളൂ. ത്രില്ലറിന്റെ ഇന്റൻസിറ്റി ഒക്കെ ഉണ്ട്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ നമ്മളൊരു മനസ്സൊരുക്കുന്ന ഒരു കണ്ടന്റും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു ഫാമിലിക്ക് റീച്ച് ആവുന്ന, എല്ലാവർക്കും വന്ന് കാണാൻ പറ്റാവുന്ന, കണക്ട് ചെയ്യാൻ പറ്റാവുന്ന, ചിലപ്പോൾ കണ്ണ് നിറയുന്ന ചില കുറച്ച് ഇമോഷണൽ മൊമെന്റ്സും ആൾക്കാരുടെ ഒരു ഇമോഷൻസും ബേസ് ചെയ്തിട്ടാണ് ആ സിനിമയുള്ളത്. ഇമോഷൻ കണക്ട് ആണ് ഈ പടം വർക്കാണ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഗരുഡന് ശേഷം വരുന്ന ഒരു റിലീസാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ്, ഈ സാധനം ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞ സാധനം ഇവരൊക്കെ കിട്ടില്ലല്ലോ. സംഗീതത്തിന് കിട്ടില്ല, ലിജോമോളിന് കിട്ടില്ല, ഡേറ്റ് ഇല്ലല്ലോ. പിന്നെ ബേബി സെറ്റ് ആവാനുള്ള ടൈം വേണമല്ലോ. അഖിലിന് നമ്മൾ സമയം കൊടുക്കണ്ടേ? അല്ല, നമ്മള് ശരിക്കും ഡിസംബർ ജാൻ എന്ന് പറയുന്ന ക്രിസ്മസിന്റെ തലേന്നാണ് സിനിമ നടക്കുന്നത്. സോ നമ്മൾ ഡിസംബർ തൊട്ട് അതിന്റെ പിച്ചിങ് പ്രോസസ്സൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ സിറ്റി അങ്ങനെ ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റാവുന്ന സിറ്റി അല്ല. പെർമിഷൻസ് ഒരുപാട് ഡിഫിക്കൽട്ടാണ്. നമ്മൾ ഓൺ റോഡ് ലൈഫ് സ്പേസസ് ഒക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ട്രെയിനൊക്കെ റിയൽ ട്രെയിൻസ് ആണ് ഷൂട്ട് ചെയ്യുന്നത്. സോ ഈവൻ കാർ ഷോട്ട്സ് ഒന്നും നമ്മൾ ബ്ലൂ മാച്ചോ ഗ്രീൻ മാച്ചോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. സോ റിയൽ ലൈഫ് സ്പേസസിലാണ് എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെതായ ചാലഞ്ചസ് ഹ്യൂജ് ആണ്. ട്രിവാൻഡ്രം ഒരു ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ടും ഒരുപാട് ഹൈ പ്രൊഫൈൽ ആൾക്കാരുള്ളതുകൊണ്ടും ഒരുപാട് പാസിംഗ്, മറ്റേ മിനിസ്റ്റേഴ്സിന്റെ പാസിങ്ങും കോൺവോയ് ഒക്കെ ഉള്ളതുകൊണ്ടും നമുക്ക് അങ്ങനെ റോഡ് ഷൂട്ട്സ് ഈസി അല്ല. സോ പെർമിഷൻസിന് ഒരുപാട് ടൈം എടുത്തു. അത് കഴിഞ്ഞ് നമ്മളൊരു ഐ തിങ്ക് ലാസ്റ്റ് മൊമെന്റിലാണ് നമുക്ക് വേറൊരു ആർട്ടിസ്റ്റ് നമുക്ക് ഇല്ലാതായത്. ആ സമയത്ത് പുള്ളിക്ക് ഒരു വേറൊരു ഷെഡ്യൂൾ പോകേണ്ട വന്നതുകൊണ്ട് പിന്നെയാണ് നമ്മൾ വേറെ ആർട്ടിസ്റ്റിലേക്ക് വരുന്നതും നിവിൻ പോളി സാർ അതിനകത്ത് വരുന്നതൊക്കെ.
അങ്ങനെയാണ്. അപ്പൊ എന്തായാലും ബേബി ഗേൾ ഇപ്പം തിയേറ്ററിൽ റിലീസായി അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രതികരണങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും ഒരുപാട് നാളുകൾ, ഒരുപാട് ഷോകൾ തിയേറ്ററിൽ തന്നെ ബേബി ഗേൾ ഉണ്ടാവട്ടെ. വളരെ വലിയൊരു വിജയമാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. റോള് കിട്ടി, ഞാൻ ഇന്റർവ്യൂ എടുക്കട്ടെ. താങ്ക് യു. കോമഡി റോളിന്റെ ഇന്റർവ്യൂ താങ്ക് യു. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം ബേബി ഗേൾ. ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് വാച്ച് ആയിരിക്കും. ഒരു ഹാർട്ട് വാർമിംഗ് സ്റ്റോറിയാണ്. കാണണം. തീർച്ചയായും നമ്മളെ എൻകറേജ് ചെയ്യണം അല്ലേ, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.